എഴുത്തച്ഛൻ എഴുതി വച്ചിരിക്കുന്ന പോലെ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ. പക്ഷെ അതൊക്കെ പറയുമ്പോണ്ടല്ലോ നമുക്ക് ഇത്തിരി അറിവ് വേണം. ഇപ്പം നിങ്ങൾ നോക്കൂ, രാവിലെ കിടന്നുറങ്ങി, രാവിലെ കിടന്നുറങ്ങുന്നവരുണ്ട്. പൊതുവേ നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ നമ്മൾ ഉണരുന്നു. ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങളെ ഉണർത്തിയത് നിങ്ങളാണോ? കൂടെ വന്നില്ല. അതായത് മനസ്സ് ഉണർന്ന് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് ഉണരാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. മനസ്സ് ഉണർന്നതിന് ശേഷമല്ലേ നിങ്ങൾക്ക് ഉണർന്നു വരാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? മനസ്സ് ഉണർന്നതിന് ശേഷമേ നമുക്ക് എണീറ്റ് ഉണർന്നു വരാൻ പറ്റുള്ളൂ, അല്ലേ? ആണോ? അപ്പം മനസ്സ് ഉണരണമെങ്കിൽ ആ ഉണർത്തിയത് ഞാനോ നിങ്ങളൊക്കെ ആണോ? അത് സ്വയം ഉണർന്നതാണോ? ഉത്തരം പറയണം. മനസ്സ് ഉണർത്തിയത് ഞാനോ നിങ്ങളോ ആണോ? അല്ല. മനസ്സുണർന്നതിന് ശേഷം പിന്നെ ശരീരം ഉയർത്തുന്നത് നമ്മളാണ്, അല്ലേ? ഉണരാറായി, എണീക്കണം. പക്ഷെ അങ്ങനെ അബോധത്തിൽ കിടക്കുന്ന സമയത്ത് മനസ്സിനെ ഉണർത്തിയത് നമ്മളാണോ? ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളാണോ ഉണർത്തിയത്? ആണോ? അല്ല. അപ്പം മനസ്സിനെ ഉണർത്താൻ മനസ്സിന് താൻ ഉണരാൻ പറ്റില്ല. അതിനെ ഉണർത്താൻ ഒരു ശക്തി വേണം, ബോധം വേണം. അതുകൊണ്ടാണ് ആ ബോധത്തിലാണ് മനസ്സുണരുന്നത്. ഇന്നും സൈക്കോളജി പഠിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ആകുന്നൊരു ഭാഗമാണ് ബോധവും ചിന്തയും. ഞാനീ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. രാത്രി ഉറങ്ങുന്നു, അതും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിടക്കാനേ പറ്റുള്ളൂ, ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. ഉറക്കത്തിലേക്ക് അങ്ങോട്ട് വഴുതി വീണു പോവുകയാണ്, ലയിച്ച് ചേരുകയാണ്, സ്ലിപ്പ് ചെയ്യാണ്, കംപ്ലീറ്റ്ലി നമ്മൾ ഡ്രൗൺ ആവുകയാണ്. ആൻഡ് വി ഡോണ്ട് നോ വാട്ട് പർട്ടിക്കുലർലി എക്സാക്റ്റ് മൊമെൻറ്റ് വി ഫാൾ ഇൻ ടു സ്ലീപ്പ്. നമുക്കറിയില്ല. നമ്മളെല്ലാവരും പറയും, ഓ ഞാൻ അറിഞ്ഞില്ല എപ്പോഴാണ് ഉറങ്ങിയതെന്ന്. അങ്ങനെ പറയാറില്ലേ? എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്ക് അറിയില്ല. ദാറ്റ് മീൻസ് ആ പർട്ടിക്കുലർ മൂമെൻറ്റിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പം നമ്മളെ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നതും ഉണർത്തുന്നതൊന്നും നമ്മൾ അറിയുന്നേയില്ല. ഇതാരാ ചെയ്യുന്നത്? ഇത് ചെയ്യുന്ന ഒരു അനന്ത ബോധമുണ്ട്. എല്ലാവരെയും ഉണർത്തുന്നത് ഒരേ അനന്തബോധം. മനസ്സ് ഉണരുന്നതോടുകൂടി നമുക്ക് ബോധം ഉണർന്നു. നമ്മൾ പറയും ബോധം വന്നു. വാസ്തവത്തിൽ ബോധം വരികയല്ല, ബോധം ആ ചിന്തകളെ ഉണർത്തുകയാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സ്വപ്നത്തിലേക്ക് പോകുന്നു. അപ്പോൾ ബോധമനസ്സിനെ ഉറക്കി ഉപബോധ മനസ്സിനെ ഉണർത്താൻ ബോധമുണ്ട്. കാരണം സ്വപ്നത്തിൽ നമുക്ക് ബോധമുണ്ട്. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരേണ്ടത്, സ്വപ്നത്തിലും ബോധമുണ്ട്, ഉണർന്നിരിക്കുമ്പോഴും ബോധമുണ്ട്. ഈ ബോധം രണ്ടും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ബോധം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ്, പലതും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു, ഇപ്പോഴും നമ്മൾ പലതും കാണുന്നു. ഞാൻ കാണുന്നു എന്ന ബോധം ഇപ്പോഴും ഉണ്ട്, സ്വപ്നത്തിൽ പലതും കണ്ടു എന്ന ബോധം സ്വപ്നത്തിലും. ഈ ബോധം വേറെയാണോ അതോ ബോധമൊക്കെ ഒന്നാണോ? ഇതാണ് എനിക്കറിയേണ്ടത്. ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായില്ല, ചോദ്യം മനസ്സിലായില്ല. ഇപ്പോഴും നമ്മൾ പലതും കാണുന്നു, പലതും അറിയുന്നു. ഇപ്പം നിങ്ങൾ കാപ്പി കഴിച്ചു അല്ലെങ്കിൽ വട കഴിച്ചു, എന്താ കഴിച്ചതെന്ന് എനിക്കറിയില്ല, എന്താ നിങ്ങൾക്ക് തന്നതെന്ന്. ഏതായാലും നിങ്ങൾ കഴിക്കുന്നു, അത് നിങ്ങൾക്ക് ബോധമുണ്ട്. ഞാൻ എന്താ കഴിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നു, ബോധമുണ്ട്. പലതും കേൾക്കുന്നു, ബോധമുണ്ട്. ഇതുപോലെ സ്വപ്നത്തിലും പലതരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ചുള്ളൊരു ബോധമുണ്ട്. ബോധം വേറെയാണോ അതോ ഒരേ ബോധമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വേറെയാണോ അതോ അനുഭവങ്ങൾ വേറെയാണോ ബോധം ഒന്നാണോ?
ബോധം വേറെ വേറെയാണോ? പറയൂ, ബോധം വേറെ വേറെയാണോ? ഇതാണ് നമുക്ക് ക്ലാരിറ്റി വേണ്ടത്. ബോധം വേറെ വേറെ അല്ല, ബോധമെല്ലാം ഒന്നാണ്. അവിടെയും അനുഭവിക്കുന്നു ഞാൻ തന്നെയാണ്, ഇവിടെയും അനുഭവിക്കുന്നതും ഇവിടെയും അനുഭവിക്കുന്നു എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്, അവിടെയും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വേറെ വേറെ ആണെന്ന് പറഞ്ഞവരോടെ ആ സ്വപ്നത്തിൽ നിന്നും ഉണരുന്ന സമയത്ത് അത് വേറെ ബോധമാണ് കണ്ടത് എന്നാണോ തോന്നുന്നത്? ഞാൻ തന്നെയാണ് കണ്ടത്, പക്ഷെ അത് വെറും സ്വപ്നമായിരുന്നു എന്നാണോ തോന്നുന്നത്? ഇനി പറയൂ, നിങ്ങൾ വേറെ ബോധം കണ്ടു എന്നാണോ തോന്നുന്നത്? അതല്ല, ഞാൻ തന്നെയാണ് കണ്ടത്, പക്ഷെ അത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നാണോ ചിന്ത വരിക? കൂടെ വന്നില്ല നിങ്ങൾ? ഉറക്കെ പറയൂ, ഏതാ വരിക? ആര് കണ്ടു? ഞാൻ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഇവിടുത്തെ ബോധവും സ്വപ്നത്തിലെ ബോധവും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇങ്ങനെ വേറെ വേറെ എന്നങ്ങനെ ചിലരൊക്കെ പറഞ്ഞത് അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ്. മനസ്സിലായില്ലേ? ഒരേ ബോധമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ സബ് കോൺഷ്യസ് മൈൻഡിലെ സ്വപ്നങ്ങളെ ഉണർത്താൻ ഒരു ബോധം വേണം. എങ്കിൽ ബോധമനസ്സിനെയും ഉണർത്താൻ ആര് വേണം? ബോധം വേണം. അപ്പം നമ്മളെ ഉണർത്തുന്ന ഒരു അനന്തബോധത്തിൻ്റെ മഹത്വം മറന്ന് ഞാൻ അക്രെഡിറ്റ് എടുക്കുകയാണ്. എല്ലാം ഞാനാവുകയാണ്. എന്നാൽ എനിക്ക് ഞാനെന്ന് പറയണമെങ്കിൽ എന്നെ ഉണർത്താനും ഉറക്കാനും അനന്തമായ ഉറക്കെ പറയൂ, ബോധം വേണം. ഒരു പരമാത്മശക്തിയിലാണ് ജീവാത്മശക്തി ഇരിക്കുന്നത്. ഈ ലൈറ്റുകൾ ഇത്രയും തീവ്രതയിൽ കത്തുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ 100 kV സ്റ്റേഷൻ, 200 kV സ്റ്റേഷൻ, അല്ലെങ്കിൽ 210 kV സ്റ്റേഷൻ, 2000 kV സ്റ്റേഷൻ, ഇങ്ങനെ 2400, 4500 അങ്ങനെയുള്ള പവർഫുൾ സ്റ്റേഷൻ അങ്ങനെ പുറകിൽ അങ്ങനെ കാണാം. അതിൻ്റെ ഒരു അംശമാണ് ഇവിടെ കത്തുന്നത്. ആണോ അല്ലയോ? ഇതേപോലെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. എല്ലാം ഞാൻ, എൻ്റെ ദുഃഖം, എൻ്റെ വിഷമം അറിയുന്നില്ല. എനിക്ക് ഞാനെന്ന് പറയണമെങ്കിൽ എന്നെ ഉണർത്താനും എന്നെ ഉറക്കാനും എന്നെ നിലനിർത്താനും അനന്തമായൊരു ബോധം ഉള്ളിലുണ്ട്. അത് തന്നെയാണ് പരമാത്മാവ്, അത് തന്നെയാണ് ഈശ്വരൻ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. ഈശ്വരൻ എവിടെയാണ്? ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ 61-ാമത് ശ്ലോകം. ഗീത, ഭാഗവതല്ല, ഗീത. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. ഈശ്വരനെ എവിടെ കാണേണ്ടത്? പുറത്തല്ല കാണേണ്ടത്. കാണുക എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനെ അനുഭവിക്കേണ്ടത്, ആസ്വദിക്കേണ്ടത് പുറത്തല്ല. എവിടെയാണ്? ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഹിന്ദുക്കൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം വിഗ്രഹവും ഈശ്വരനുമാണ്. പലപ്പോഴും വിഗ്രഹങ്ങളെയാണ് നമ്മൾ ആരായി കാണുന്നത്? നാരായണിയൊക്കെ പഠിച്ചാലും നമ്മുടെ തലയിൽ ഇത് കയറില്ല. നാരായണി എത്ര പഠിച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറുന്നില്ല. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നാരായണീയത്തിലെ 2-ാം ശ്ലോകം, 1-ാം ദശകത്തിലെ 2-ാം ശ്ലോകം എന്ന് ചൊല്ലൂ. 1-ാം ദശകം 2-ാം ശ്ലോകം ചൊല്ലൂ എല്ലാവരും. ഏവം ദുർലഭ്യവസ്തും നബിസുലഭതയാ. നിങ്ങൾ ചൊല്ലണേ മുഴുവൻ, അപ്പോഴേക്കും എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാം. ചൊല്ലു. നിങ്ങൾ കാപ്പിയൊക്കെ എഴുതിയിട്ടായിരിക്കണത്, ഞാനൊരു തുള്ളി വെള്ളം കുടിക്കാതെ ഇരിക്കണത്. വേഗം ചൊല്ലു, അപ്പോഴേക്കും ഗ്യാസും തീർന്നു.
ഏവം ദുർലഭ്യവസ്തു നബി സുലഭതയാ. ചൂടില്ല ചൂട്. ഏതേ താവത്, നിങ്ങളുടെ മനസ്സ് പോലെ ആ ചൂടും പോയി അതിൻ്റെ. ഏവം ദുർലഭ്യവസ്തു നബി സുലഭതയാ അസ്തലബ്ധേയതന്യത് തൻവാചാധിയാവാ ഭജതി ഭജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. എന്താ പറയണത്? ഞാൻ കരുതി ഗുരുവായൂരപ്പൻ ശ്രീകോവിലിനകത്താണ്. ദുർലഭ്യവസ്തു നബി, ആ ശ്ലോകം ചൊല്ലുമ്പം കൊണ്ടുവരേണ്ടിയിരുന്നു. അപ്പോൾ ഏവം ദുർലഭ്യവസ്തു, ഞാൻ വിചാരിച്ചു ഭഗവാൻ ദുർലഭ്യവസ്തുവായി ശ്രീകോവിലിനകത്തിരിക്കുകയാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ സത്സംഗങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി, ഗുരുക്കന്മാരുടെ കാരുണ്യത്തിലൂടെ എനിക്ക് മനസ്സിലായി, ഗുരുത്വം കൊണ്ട് എനിക്ക് മനസ്സിലായി, സാധന കൊണ്ട് എനിക്ക് മനസ്സിലായി. എവിടെയാണ് 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 ഗുരുവായൂരപ്പൻ? ദുർലഭ്യ വസ്തുവല്ല ഭഗവാൻ. എവിടെയുണ്ട്? ഹസ്തലബ്ധേ. എവിടെയുണ്ട്? എൻ്റെ കൈകളിലുണ്ട് എന്നെനിക്ക് മനസ്സിലായില്ലേ? അപ്പം ഇത്രയും കാലം ഞാൻ ദുർലഭ്യ വസ്തു ആക്കിയത് വാചാദിയാവ അന്യത് ഭജതി. ഞാൻ ഗുരുവായൂരപ്പനെ അന്യനാണെന്ന് കരുതി, എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും വേറെയാണെന്ന് കരുതി അങ്ങനെയാണ് ഭജിച്ചത്. ആ ഭജനം ക്ഷുദ്രദൈവ സ്ഫുടേയം. ക്ഷുദ്ര മനസ്സാണ്, സങ്കുചിത മനസ്സാണ്. അതാണ് ഞാൻ തളർന്നു പോയതിന് കാരണം. അതാണ് ഞാൻ മാനസികമായി ശക്തിയില്ലാതെ പോയതിന് കാരണം. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഞാൻ ഗുരുവായൂരപ്പനെ പുറത്തല്ല കാണേണ്ടത്. ഗുരുവായൂരപ്പൻ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. എവിടെ കാണണം? എൻ്റെ അന്തരാത്മ പരമാത്മാവ്, അതായത് എൻ്റെ മനസ്സിനെ ഉണർത്തുന്ന പരമാത്മാവാണ് ഭഗവാൻ. ആരാ ഭഗവാൻ? എൻ്റെ മനസ്സിനെ ഉണർത്തുന്ന പരമാത്മാവ്. ഈ പരമാത്മാവ് എന്നുള്ള വാക്കിന് അർത്ഥം ഭഗവാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭാഗവതത്തിൽ കാണും. എന്താണ്? ധ്രുവൻ പഠിപ്പിക്കുന്നൊരു ശ്ലോകമുണ്ട്. യോന്ത പ്രവിശ്യ മമവാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാം സഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണൻ നമോ. ഞാൻ വായിക്കുന്നത് 4-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകമാണ്. അവിടെ ധ്രുവൻ പറഞ്ഞിരുന്ന ശ്ലോകമാണ്. യോന്ത പ്രവിശ്യ മമവാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാം സഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എൻ്റെ മനസ്സിനെ ഉണർത്തുന്ന പ്രസുപ്തം വാചം സഞ്ജീവയതി, എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ഉണർത്തുന്ന പരമാത്മശക്തി തന്നെയാണ് എനിക്ക് ഗുരുവായൂരപ്പൻ. ഈ ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പം നമുക്ക് ഈ വിഗ്രഹാരാധനകളൊക്കെ ശരിക്കും എന്തിനാണ്? നമ്മുടെ ഹിന്ദുക്കൾക്ക് അതിനെക്കുറിച്ച് വലിയൊരു ബോധമില്ല. വിഗ്രഹാരാധന എന്തിനാ തന്നിരിക്കുന്നത്? എത്ര കാലം നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കണം? ഈ രൂപങ്ങളെയൊക്കെ ആരാധിക്കണം? എത്ര കാലം ആരാധിക്കണം? ഇതിനെക്കുറിച്ച് അറിയുന്നവർ എത്ര പേരുണ്ട്? ഒരു ശ്ലോകം നിങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കണേ. അപ്പം നിങ്ങൾക്കൊരു വ്യക്തത വരും. തൃതീയ സ്കന്ധം, ഭാഗവതമാണ്. തൃതീയ സ്കന്ധം 29-ാമത് അധ്യായം 25-ാമത് ശ്ലോകം. ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ശ്ലോകങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കത് മാർക്ക് ചെയ്യാം, പഠിക്കണം. അത് ഏതാ പറഞ്ഞത്? തൃതീയ സ്കന്ധം 29-ാമത് അധ്യായം 25-ാമത് ശ്ലോകം. അവിടെ കാണാം. അർച്ചാദോ അർച്ചയേത്, അടിവരയിട്ടേക്കണം. അർച്ചാദോ അർച്ചയേത്
യാവതീശ്വരമാം സ്വകർമ്മകൾ യാവന്നവേദ സഹൃതി. കാണുന്നുണ്ടോ? എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഏതാണ് ശ്ലോകം എന്ന് വായിക്കൂ. അർച്ചാദോ വർച്ചയേത് താവതീശ്വരമാം സ്വകർമ്മകൾ യാവന്ന വേദസഹൃതി ദാ ഭൂതേഷു മത്പര. അല്ലേ? സർവഭൂതേഷവസ്ഥിതം. അങ്ങനെയല്ലേ? സർവഭൂതേഷവസ്ഥിതം എന്നല്ലേ? അതെ. എന്താ പറയുന്നത്? നോക്ക്, എത്ര വ്യക്തമാണ്. അർച്ചിച്ചുകൊള്ളൂ, ആരാധിച്ചുകൊള്ളൂ, ഒരു വിഗ്രഹത്തെ അർച്ചിച്ചുകൊള്ളൂ, ഈശ്വരനായി ഒരു വിഗ്രഹത്തെ ആരാധിച്ചുകൊള്ളൂ. എത്ര കാലം? ന വേദ സ്വഹൃതി. സ്വഹൃതി, സ്വന്തം ഹൃദയത്തിലാണ് യഥാർത്ഥത്തിൽ ആ ഭഗവാൻ ഇരിക്കുന്നതെന്ന് ഉറച്ച് കിട്ടുന്നത് വരെ ഒരു വിഗ്രഹത്തെ ആരാധിച്ചുകൊള്ളൂ. ഞാൻ വാസ്തവത്തിലിരിക്കുന്നത് സർവഭൂതേഷവസ്ഥിതം. ഞാനൊരു വിഗ്രഹത്തിലല്ല ഇരിക്കുന്നത്. ഞാനിരിക്കുന്നത്, അവർക്ക് പറയൂ, സർവഭൂതങ്ങളിലും ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ഭൂതത്തിലും ഉണ്ടെങ്കിൽ ഞാനാകുന്നൊരു ഭൂതത്തിലുണ്ടാവില്ലേ? ഇതൊന്നും വേണ്ടാത്തത്. എല്ലാ ഭൂതത്തിലും ഉണ്ടെങ്കിൽ നിങ്ങളാകുന്ന ഭൂതത്തിലുണ്ടാവില്ലേ? നിങ്ങളെന്താ പ്രേതോ പിശാചോ ആണോ? അപ്പോൾ എല്ലാ ഭൂതത്തിലും ഉണ്ടെങ്കിൽ നമ്മളാകുന്ന ഭൂതത്തിലും ആരുണ്ടാവണം? ഭഗവാനുണ്ടെന്ന് ഉറപ്പാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ആ സ്വാതന്ത്ര്യം, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, ഭഗവാന്റെ ആ കാരുണ്യം, ഭഗവാന്റെ ആ സ്നേഹം, ഭഗവാന്റെ ആ ദയ, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, അത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് വരെ നിങ്ങൾ ഒരു വിഗ്രഹത്തെ ആരാധിച്ചു കൊള്ളൂ. അപ്പം എന്നും വിഗ്രഹം ആരാധിക്കണം എന്നില്ല. അപ്പോൾ വിഗ്രഹം ഒരു ഹൃദയത്തിൽ ഈശ്വരനെ കണ്ടെത്താനുള്ളൊരു, എന്താ ഈ ശ്ലോകത്തിലൂടെ പഠിക്കേണ്ടത്? ഹൃദയത്തിൽ ഈശ്വരനെ കണ്ടെത്താൻ സഹായിക്കുന്നൊരു, അവർക്ക് പറയൂ, ഉപാധിയാണ്, മാർഗമാണ്, വഴിയാണ്, അല്ലേ? ഇതെത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് സത്യത്തിൽ? ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇന്നാണിത് എനിക്ക് മനസ്സിലായതെന്ന്. അപ്പം നോക്കൂ, നിങ്ങൾ ഇതുപോലെ അനവധി ശ്ലോകങ്ങൾ ഭാഗവതത്തിലുണ്ട്. പക്ഷെ ആരും ഒന്നും പറഞ്ഞു തരാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കിത് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ നമ്മളൊരു അമ്പലത്തിൽ പോവല്ല. ഇനി എങ്ങനെ ആരാധിക്കണം എന്നും കൂടി ഭാഗവത്തിൽ പറയുന്നത്. ഇപ്പോൾ കപിലൻ പറയുന്നതാണ്. അവിടെ പറയുന്നുണ്ട്, വെറുതെ അമ്പലത്തിൽ പോയാൽ പോരാ, ഒരു വിഗ്രഹത്തെ കണ്ടാൽ പോരാ. ആ വിഗ്രഹത്തെ നമ്മൾ കണ്ണുകൊണ്ട് ആദ്യം കാണുന്നു, പിന്നെ അതിനെ മനസ്സിൽ പതിപ്പിക്കണം. സാലോക്യം, സാരൂപ്യം, സാമീപ്യം, അങ്ങനെ സായുജ്യം ജപിച്ച് 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 നമ്മൾ ആ രൂപത്തിൻ്റെ പാദത്തിലേക്ക് നമ്മളെ സമർപ്പിക്കണം. ഇങ്ങനെ ചില പ്രക്രിയകളിലൂടെ, പ്രോസസ്സിലൂടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ആ മനസ്സ് ക്രമേണ ക്രമേണ അതിൻ്റെ ദുർബലതകൾ വിട്ട് പരമാത്മാവിലേക്ക് അത് ഉണരും, ഉയരും, അവസാനം പരമാത്മാവായി പരിവർത്തനം വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പരമാത്മാവാകാൻ യോഗ്യതയുള്ള മനസ്സാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമുക്കത് അറിയാത്തത് കൊണ്ടും നമ്മളതിന് പരിശീലിക്കാത്തതുകൊണ്ടും പ്രയത്നിക്കാത്തതുകൊണ്ടും ഈ ലൗകിക ജീവിതത്തിൻ്റെ കുടുംബ കുരുക്കുകളിൽ കുരുങ്ങി കുറേ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അതിങ്ങനെ അയവർക്ക് ജീവിക്കുന്നു. മഹിമ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ മഹത്വം നമ്മളാരും അറിയുന്നില്ല. നമ്മളിങ്ങനെ വലിയൊരു കാട്ടിലകപ്പെട്ടേനകം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. ഒരു ജീവിതത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് അത് തന്നെ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് കുറേ വേദനകളും വിഷമങ്ങളും പ്രയാസം. ഇനിയിപ്പോൾ കാണാം, ഈ +2 റിസൾട്ട്, SSLC റിസൾട്ട് വരുന്നതിന് മുമ്പ് കുറേ എണ്ണം ചാവും.
കുറേ എണ്ണം. കാരണം അവരതിൻ്റെ ആങ്സൈറ്റിയും പാസ്സാവൂ ഉണ്ടോ ഇല്ലയോ? എന്തൊരു ദുരന്തമാണ് നോക്കൂ നിങ്ങൾ. അത് വരാൻ പോകുന്നതിനെ അഭിമുഖീകരിക്കാനുള്ള മനോബലം പോലും ഇല്ലാത്ത കുറേ എണ്ണം. ചെറിയൊരു കടബാധ്യത വരുമ്പോഴേക്കും ഭാര്യയ്ക്കും വിഷം കൊടുത്തു, ഭർത്താവും തൂങ്ങി. ആണോ അല്ലയോ? എത്ര എണ്ണമാണ് അങ്ങനെ തൂങ്ങി ചാവുന്നത്? എത്ര കുടുംബങ്ങളാണ് ഒരു 4 വർഷത്തെ പത്രം എടുത്ത് നോക്കൂ നിങ്ങൾ. എത്ര ആത്മഹത്യകൾ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ എന്ത് ഗവൺമെൻറ്റാന്ന് ഇവരെ വിളിക്കേണ്ടത് എനിക്കറിയില്ല. ഒരു കൊള്ളരുതാത്തവരെന്ന് കയറി അന്ന് തുടങ്ങി അധപ്പതനം. എന്നും ഒരു ആത്മഹത്യകളുടെ നാടായിട്ട് ഒരു ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലില്ല. ഉണ്ടോ? പറയൂ. വാസ്തവത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിലൊക്കെ ചിന്ത വെക്കേണ്ടതല്ലേ? എന്തുകൊണ്ടിങ്ങനെ ആത്മഹത്യ കൂടുന്നു? ഇതിനെന്താ വഴിയോ? എന്ത് പരിഹാരം? ആരതിനെക്കുറിച്ച് ചിന്തിക്കണോ? അവർക്ക് അവരുടെ പാർട്ടിയും മറ്റ് കൊടിയും വരുത്. അതുകൊണ്ടാണ് ആ പാർട്ടി നാരായണക്കല്ല് പാടിയത്. ഞാൻ പറയുന്നത് എനിക്ക് വലിയ വിഷമമുണ്ട്. വലിയ മഹാരഥന്മാരൊക്കെ ആയിരിക്കും അത് സൃഷ്ടിച്ചിട്ടുണ്ടാവുക. ഞാൻ അടുത്ത കാലത്ത് ഈ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ സപ്താഹത്തിന് പോകുമ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ മതിമറന്നവരിന്ന് ഭാഗവതത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ മനസ്സിലായില്ല എത്ര ഒരു മാറ്റം. ഈവൻ സാക്ഷാൽ പിണറായി വിജയൻ സാറിൻ്റെ നാടിനടുത്ത് ഞാനൊരു സപ്താഹം നടത്തി. എനിക്ക് വലിയ വാർണിംഗ് ആയിരുന്നു. എല്ലാവരും തന്നു, സ്വാമിജി പാർട്ടിയെക്കുറിച്ചൊന്നും പറയരുത്, ഇതേ രാഷ്ട്രീയം ഒട്ടും പറയരുത്, അങ്ങയുടെ നാക്കിൽ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അബദ്ധവശാലൊന്നും പറയരുത്, ഞങ്ങൾക്കിവിടെ നിലനിൽക്കണം. അത് സംഘടിപ്പിച്ചവരാണെങ്കിൽ നല്ല കറിമൂത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ. അവർ പറഞ്ഞു, ഞങ്ങളെ പാർട്ടിയിൽ നിലനിർത്തണം എന്ന് അങ്ങേക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ദക്ഷൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ദക്ഷൻ്റെ അവസ്ഥ വരുത്തരുത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പക്ഷേ എനിക്ക് ആദ്യമൊന്നും ഞാൻ പിന്നെ പറഞ്ഞില്ല. പിന്നെ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പോൾ ഈ അമ്മമാരും മറ്റുമൊക്കെ കൈയടിക്കായിരുന്നു. ആ നാട്ടിലുള്ളവർക്ക് പോലും മടുത്തു തുടങ്ങിയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു രാഷ്ട്രീയത്തിനെതിരെ പറയല്ല. ഒരു സമൂഹം നശിച്ചു പോകുമ്പോൾ അതിനെ ഒന്ന് മാറ്റിമറയ്ക്കാനുള്ള ഒരു തൻ്റെ ഇടമില്ലാത്തവരായി ഇവർ മാറിയെന്നുള്ളൊരു സംശയം. ഞാൻ രാഷ്ട്രീയത്തിനെതിരെ, അതിന് കോൺഗ്രസ്സുകാരാണ് ചെയ്യുന്നെങ്കിൽ അപ്പോഴും കുറ്റം പറയും, BJP ആണ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ കുറ്റം പറയും. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു നാട്ടിൽ ഇതുപോലുള്ള ആത്മഹത്യകളും വിഷമങ്ങളും നടക്കുകയാണെങ്കിൽ ആ സമൂഹത്തെ കൈപിടിച്ച് വരുന്നത്. ആണോ അല്ലയോ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഏത് ഗവൺമെൻറ് ആവട്ടെ, ആ ഗവൺമെൻറ്റിന് പ്രജകളോട് ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ? ഉറക്കെ പറയൂ നിങ്ങൾ. എന്നാൽ ഈ ആത്മഹത്യയൊക്കെ കാണുമ്പോൾ വല്ല പ്രതികരണവും നിങ്ങൾ കാണുന്നുണ്ടോ ഇവരുടെ നിന്ന്? പറയൂ, വല്ലതും കാണുന്നുണ്ടോ? ഒരു ഉത്തരവാദിത്വമില്ലാത്തവർ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം ഇവരൊക്കെ വോട്ട് വാങ്ങിച്ച് അവിടെ ചെന്നിരുന്ന് ഈ ജനങ്ങളോട് എന്ത് ഉത്തരവാദിത്വമുണ്ട്? അപ്പോൾ ഇതെന്താണ് കാരണം? അപ്പോൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണ്ടേ, ഇന്നത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ളൊരു മനോബലം വളരെ കുറവാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? അത് ചിന്തിക്കണ്ടേ? കാരണം അവർക്കറിയാം ഉത്തരം ആത്മീയതയാണെന്ന്. അതവർക്ക് താല്പര്യമില്ല. അതാണിതിൻ്റെ പ്രശ്നം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അത്തരം രാഷ്ട്രീയമൊക്കെ ക്രമേണ സമൂഹത്തിൽ നിന്നും അന്യം നിന്ന് അടിവേരുകൾ ഇല്ലാതായത്. ഒന്ന് ഞാൻ പറയാം, ആത്മീയതയില്ലാത്ത ഒരു രാഷ്ട്രീയത്തിനും ഈ ഭാരതത്തിൽ നിലനിൽപ്പില്ല. ഒരു രാഷ്ട്രീയത്തിനും. കാരണം ഭാരതം എന്ന് പറയുന്നത് ആത്മീയതയുടെ വേരിലുറച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ്. മനസ്സിലാവുണ്ടല്ലോ? ആത്മീയതയില്ലാത്ത ഒരു രാഷ്ട്രീയത്തിനും ഇവിടെ നിലനിൽക്കാൻ ഒട്ടും സാധ്യമല്ല. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ഇത് നല്ലവണ്ണം ഉറപ്പിക്കണം. അപ്പം മനസ്സിനെ ഉണർത്തുക, അതിനെന്നുള്ളൊരു മാർഗമാണ് ഏത്? വിഗ്രഹങ്ങൾ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമായാലും ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹമായാലും എത്ര കാലം ആരാധിക്കണം? വ്യക്തമായ ഉത്തരം വേണം നമുക്ക്. എത്ര കാലം? യാവത് ന വേദസ്വഹൃതി. എൻ്റെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന ബോധം ഉറയ്ക്കുന്നത് വരെ മാത്രമേ ഒരു വിഗ്രഹത്തിൻ്റെ ആവശ്യമുള്ളൂ എന്ന് ഭാഗവതം വളരെ വ്യക്തമായി ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. വേണം എന്ന് താല്പര്യമുള്ളവർക്ക് എടുക്കാം. യാഥാർത്ഥ്യം ഇതാണ്, സത്യം ഇതാണ്.
വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ അഹം എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ഞാനെന്ന ഭാവത്തിൻ്റെ പിന്നിൽ, മനസ്സിൻ്റെ പിന്നിൽ വലിയൊരു ഞാനുണ്ട്, ഭഗവാനാകുന്നൊരു ഞാനുണ്ട്. ആ ഭഗവാനാണ് നമ്മളെ ഉണർത്തിയത്. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല. ആരുണ്ട് കൂടെ? ആരുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒന്നായത് എവിടെയെങ്കിലും ഉറപ്പുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇവിടുന്ന് പോയി ഓട്ടോറിക്ഷ കിട്ടാതിരിക്കുമ്പോൾ അപ്പം പറയണം, അയ്യോ എൻ്റെ കൂടെ ആരുമില്ലല്ലോ. അപ്പം പറയരുത്. അപ്പോഴും പറയണം, എന്ത്? ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. അത് പറയാനുള്ളൊരു കരുത്ത് വേണം. അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. അത് നമ്മൾ പറയാനുള്ളതല്ല വാസ്തവത്തിൽ. അത് നമുക്ക് ഫീൽ ചെയ്യണം. എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട്. ആ സ്വാതന്ത്ര്യം, ആ ശക്തി, ആ കഴിവ് നമുക്കത് ഫീൽ ചെയ്യണം. ആ ഉള്ളിലതുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ എനിക്ക് മാറ്റിമറയ്ക്കാൻ സാധിക്കും എന്നുള്ളത്. ഇപ്രകാരം ഇവിടെ അഹമേവ സമേവാഗ്രേ നാന്യദ്യ സദസത്പരം പശ്ചാത്തഹം യഥേ സസ്യയോ അവശിഷ്യേത. ആ ബോധത്തിൽ നിന്നും ഉണർന്നു വന്ന മനസ്സ് ഇപ്പോഴത് ഇന്ദ്രിയങ്ങളോട് ചേർന്ന് ശരീരത്തിൽ അങ്ങനെ പിടികൂടിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സ് എവിടെയാണ്? ഉണർന്നു വന്നത് ബോധത്തിലാണ്, പക്ഷെ അത് പിടിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലാണ്. എവിടെയാണ്? ഇന്ദ്രിയങ്ങളിലാണ്. ആ ഇന്ദ്രിയത്തിലൂടെ അത് ശരീരത്തിൻ്റെ രൂപത്തിലങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ വാസ്തവത്തിൽ അതിന് ഇന്ദ്രിയവുമായി യാതൊരു ബന്ധമില്ല. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണ് തുറന്നാലും കാഴ്ചയില്ല. രാത്രി നമ്മളെ തൊട്ടാൽ അറിയുന്നില്ല. രാത്രി നമ്മുടെ ശരീരത്തിൽ നല്ല ഗാഠനിദ്രയിൽ കൊതുക് വന്ന് കടിച്ചാൽ പോലും അറിയുന്നില്ല, സ്പർശം അറിയുന്നില്ല. അപ്പം അതൊന്നും തന്നെ മനസ്സിലാക്കാലോ. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും തമ്മിൽ വാസ്തവത്തിൽ ഒരു ബന്ധമില്ല. പക്ഷെ തൽക്കാലം ഇപ്പം നമുക്കതൊക്കെ അറിയുന്നതിന് കാരണം കണ്ണിലെന്തെങ്കിലും പോയാൽ കണ്ണ് റിയാക്ട് ചെയ്യുന്നു, കൊതുക് കടിച്ചാൽ നമുക്ക് ചൊറിച്ചിൽ തോന്നുന്നു. ഇതൊക്കെ തോന്നുന്നതിന് കാരണം ഇപ്പം നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ആ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം. നീ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ല, നീ വന്നിരിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ്. എത്തിച്ചേരേണ്ടതും എവിടെയാണ്? പരമാത്മാ. ഈ ബോധം നമ്മളെപ്പോഴും ഉള്ളിൽ വെച്ചോളാം. കാരണം നാളെ ഈ ശരീരം ആ മനസ്സിനെ വേർപ്പെടുത്തും. അതിനുശേഷം മനസ്സിനും ശരീരത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാലം വേർപ്പെടുത്തുന്നതിന് മുമ്പ് യോഗം കൊണ്ട് പരമാത്മാവിലെത്തിക്കണം. കാലം ഇതിനെ വേർപ്പെടുത്തും. അതിനു മുമ്പ് ഞാൻ യോഗം കൊണ്ട്, അനുഷ്ഠാനം കൊണ്ട്, ആചരണം കൊണ്ട്, പരിശീലനം കൊണ്ട് ഈ മനസ്സിനെ പരമാത്മാവിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ ജീവിതം. ഈ ബോധത്തിൽ നമ്മൾ സാധന അനുഷ്ഠിക്കാൻ സാധിച്ചാൽ ക്രമേണ മനസ്സ് ഉയർന്നുകൊള്ളും. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഉയർത്തിയെടുക്കാൻ സാധിക്കും എന്ന് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ചതുശ്ലോകി ഭാഗവതം. എന്നിട്ട് പറഞ്ഞു, അങ്ങക്ക് ഇത് എളുപ്പം മനസ്സിലാക്കാൻ അങ്ങ് ജീവിതത്തിൻ്റെ തത്വത്തെ ഗ്രഹിക്കണം. ഏതാവദേവ ജിജ്ഞാസം തത്വജിജ്ഞാസുനാത്മന. ജീവിതത്തിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നതിന് മനസ്സാണ്. മനസ്സിൻ്റെ തത്വം എന്ന് പറയുന്നത് ആ മനസ്സിനെ ഉണർത്തുന്ന പരമാത്മാവ് തന്നെയാണ്. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അങ്ങക്കിതെല്ലാം ഞാനൊന്ന് വിശദമായി പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃതീയ സ്കന്ധം ആരംഭിക്കുന്നത്. അപ്പം തൃതീയ സ്കന്ധം മുതൽ 12ാമത് അധ്യായം വരെ ഈ ചതുശ്ലോകി ഭാഗവതത്തെ പരീക്ഷിത്ത് മഹാരാജാവിന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എലാബറേറ്റ് ചെയ്ത, ഫർദറായിട്ട് ഒന്നുകൂടിയും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ചതുശ്ലോകി ഭാഗവതത്തെ
കഥാരൂപത്തിൽ പരീക്ഷത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് 3-ാം സ്കന്ധം മുതൽ 12-ാം സ്കന്ധം വരെ ഈ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ 3-ാം സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. അപ്പം കുറച്ച് അധ്യായങ്ങൾ വായിച്ച് നമുക്ക് തുടരാം. അപ്പോൾ കുറച്ചും കൂടി അധ്യായങ്ങൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം.